മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം നമ്മൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകിയിരിക്കുന്നു. ഈ പുതിയ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിൽ ഈ ദിനമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളോട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന തിരുവചനം ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെടുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് തമ്പുരാൻ പറഞ്ഞു വയ്ക്കുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വഴി നടത്തുന്നത് കൃപയാണ്. ഈശോ പറഞ്ഞു വയ്ക്കുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. ക്രിസ്തീയ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിനും ആ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നതിനും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവവചനവും ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപയുമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കൃപയ്ക്ക് നമുക്ക് എത്രമാത്രം സ്ഥാനമാണ് നമ്മൾ നൽകുക, ഒപ്പം ദൈവവചനത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യമാണ് നൽകുക എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വചനത്തിൽ വളരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് കൃപ എന്ന് പറയുക. കൃപയാൽ പൂരിതമാകുന്ന വ്യക്തി ജീവിതത്തിൻ്റെ വിജയം നമുക്ക് കാണുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചാൽ മതി. കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ് മാലാഖ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ തന്നേക്കാൾ പ്രാധാന്യം ദൈവകൃപയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ കൃപയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം ദൈവം അനുഗ്രഹപൂർവ്വമാക്കി തീർക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കൃപ നിറഞ്ഞ് കവിയുകയാണ് ചെയ്യുക. ആ ഒരു സ്നേഹ തലങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, ദൈവകൃപയിലായിരിക്കുവാൻ, ആ ഒരു